Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ചരിത്രപ്രസിദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായറിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളിന് തുടക്കം കുറിച്ച് ബസിലിക്കയിൽ ശനിയാഴ്ച വൈകിട്ട് 6-ന് കൊടികയറും. തിരുനാൾ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള സമയത്താണ്. 5-ാം തീയതി കിഴക്കേ പള്ളിയിൽ കൊടി ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന തിരുനാൾ 6-ാം തീയതി വൈകുന്നേരം പടിഞ്ഞാറേ പള്ളിയിൽ കൊടി ഉയർത്തുന്നു. തുടർന്ന് 7-8 തിരുനാൾ ദിനങ്ങളാണ്. ഇന്ന് രാവിലെ മുതൽ എല്ലാ ദിവസവും തിരുക്കർമ്മങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവും. അതോടൊപ്പം തന്നെ വൈകുന്നേരം നമ്മുടെ പട്ടണ പ്രദക്ഷിണവും അതോടൊപ്പം തന്നെ അങ്ങാടി പ്രദക്ഷിണവും നടക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷതയാണ്. അങ്കമാലിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങി മലയാറ്റൂർക്ക് പോകുവാനായിട്ട് വന്നിരുന്ന തീർത്ഥാടകരെല്ലാം ഇവിടെ വന്ന് വിശ്രമിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ചെല്ലാമാണ് മലയാറ്റൂർക്ക് പോയിരുന്നത്. അതിപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുനാളിൽ ഏപ്രിൽ 24-ാം തീയതിക്ക് പകരമായിട്ട് ഈ പുതുഞായറാഴ്ച തന്നെ നടക്കുക എന്നുള്ളതിൻ്റെ കാരണം. പുതുഞായർ ദിനമായ ഞായറാഴ്ച വൈകിട്ട് 4:30-ന് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന, വചന സന്ദേശം, അങ്ങാടി പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 4:30-ന് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന, പട്ടണ പ്രദക്ഷിണം എന്നിവയുമുണ്ടാകും. എല്ലാ കൊല്ലത്തെ പോലെ തന്നെ എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് നമ്മൾ 9-ാം തീയതി മുതലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 9-ാം തീയതി മരിച്ചവരുടെ കുർബാന, അതിനുശേഷം വാഹനം വെഞ്ചരിപ്പ്, 10-ാം തീയതി നൈപുണ്യ കോളേജ് അവരുടെ പിള്ളേരും അവരുടെ ഷെഫ്മാരും ഒക്കെ കൂടിയിട്ട് ഒരു 5 സ്റ്റാർ ഡിന്നറാണ് ഇവിടെ 6 മണിക്കത്തെ കുർബാന കഴിഞ്ഞിട്ട് ഒരു ലൈവ് മ്യൂസിക്കോട് കൂടി സെറ്റ് ചെയ്യുന്നത്. അതിനവരൊരു ചെറിയ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. അവരുടെ എക്സ്പെൻസ് എത്രയാണോ വരുന്നത് അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൊരു ചെറിയ ഫീസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ പാരിഷ് ഹോളിലാണ് അറേഞ്ച് ചെയ്യുന്നത്, പള്ളിയുടെ താഴത്തെ പാരിഷ് ഹോളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം സംഘടനകളുടെ പരിപാടിയാണ്. സംഘടനകളുടെ പരിപാടി കാര്യങ്ങളൊക്കെ വൈകുന്നേരം എല്ലാ കാലങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ നടക്കും. വെള്ളിയാഴ്ച വ്യത്യസ്തമായൊരു പരിപാടിയാണ്. കേരളത്തിലെ 7ഓളം ടീമുകൾ നമുക്കിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ തീം ഡാൻസ് നമ്മുടെ പള്ളിയുടെ മുൻപിലുള്ള സ്റ്റേജിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും 6 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷമാണ് അത് നടക്കുക. 8-ാം ഇടം ആഘോഷങ്ങൾ ഏപ്രിൽ 14-ന് നടക്കും. ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, കോർഡിനേറ്റർ ഫാദർ ജെൻസ് പാലച്ചുവെട്ടിൽ, ജനറൽ കൺവീനർ ബെന്നി മൂഞ്ഞേലി, ട്രഷറർ GB വർഗീസ്, ഫാദർ അരുൺ മടത്തിപ്പറമ്പിൽ, ജാർവിൻ കല്ലേലി, ടോമി മുണ്ടാടൻ, റിൻസൺ വർഗീസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.